ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലിയെ പ്രസിദ്ധമാക്കുന്നു. കർത്താവപ്പച്ചൻ സൃഷ്ടിച്ച ഈ ഭൂമി എത്ര മനോഹരമാണ്. ഈ ലോകത്തിൽ കർത്താവപ്പച്ചൻ നമ്മൾക്ക് വാഴുവാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് സൃഷ്ടിച്ച് തന്നിരിക്കുന്നത്. ഈ കർത്താവിനെ നമ്മൾ ഉള്ളിലൊന്ന് ആശ്രയിച്ച് ജീവിച്ച് നോക്കിക്കുകയും നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവപ്പച്ചൻ്റെ തുണ എപ്പോഴും കൂടിയിരുന്ന് വഴി നടത്തും. കൃപയുള്ളവരാണ്, കരുണ നിറഞ്ഞവരാണ്, ദീർഘക്ഷമയുള്ളവനാണ് നമ്മുടെ കർത്താവ്. മഹാദയുള്ളവനാണ്, അത്ഭുത മന്ത്രിയാണ്, വീരണ ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്, സർവശക്തനാണ്, സർവ്വവ്യാപിയാണ്. ഈ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ഓരോരുത്തരും മുമ്പോട്ട് യാത്ര ചെയ്ത് നോക്കി ദൈവത്തിൻ്റെ കൃപകളാൽ, ദൈവത്തിൻ്റെ കരുണകളാൽ നമ്മളെ സർവശക്തനായ ദൈവത്തിന് മുമ്പോട്ട് ജയത്തോടെ നടത്തുവാനായിട്ട് സാധിക്കും. അങ്ങനെ മാറി ചാരി എല്ലാവരും ഒന്ന് യാത്ര ചെയ്ത് നോക്കിക്കേ, എത്ര സന്തോഷകരമായ ജീവിതം നമുക്ക് നയിക്കാനായിട്ട് സാധിക്കും. നമ്മൾക്ക് നടന്നു പോകുമ്പോൾ ഒന്ന് കാലൊന്ന് വിളിക്കാൻ മതി, കാലിന് എന്തുമാത്രം നമുക്ക് പ്രയാസം ഉണ്ടാകും. ഓരോരോ അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. പക്ഷെ ആ അനർത്ഥങ്ങളിൽ നിന്ന് കർത്താവപ്പച്ചൻ നമ്മളെ വിടുവിക്കും. രോഗത്തിൽ നിന്ന്, ആപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, അന്ധകാര ശക്തിയിൽ നിന്ന് എല്ലാം വിടുവിക്കാൻ ആർക്ക് സാധിക്കും? നമ്മുടെ ദൈവത്തിന് സാധിക്കും. നമ്മൾ എവിടെ പോയി പാർത്താലും അവിടെയൊക്കെയും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തും. ആ രക്ഷകനാണ്, നമ്മളെ രക്ഷിക്കുന്നവനാണ്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ദൂരെ ഭാരപ്പെടും. പക്ഷെ നമ്മുടെ മുറിയിലേക്ക് കയറിയിരുന്ന് മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ, അതിന് വിടുതൽ നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ദാനിയേൽ എത്ര പ്രാവശ്യം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ദാനിയേൽ തീച്ചൊള്ളയ്ക്കകത്ത് പോയി, ദാനിയേൽ സിംഹക്കുഴിയിൽ പോയി. പക്ഷേ അവിടെ നിന്നൊക്കെയും കർത്താവിൻ്റെ ആ കരം അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവർക്കൊരു പോറൽ പോലും ഏൽക്കാതെ ശത്രുക്ക് മേശക്കും അഭേന്ദ്രകവും ദാനിയേലും ഇത്രയും പേര് ദൈവം തമ്പുരാൻ അവരുടെ കൂടെ ഇരുന്ന് അവരെ വഴി നടത്തി. അവരുടെ മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ കർത്താവിൻ്റെ തുണ അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടുന്ന നന്മകളാൽ നിറച്ച് അവരെ ദൈവം ജയത്തോടെ നടത്തി. ഒന്നിനും കുറവില്ലാതെ അവർ മുമ്പോട്ട് പോയി. ദാനിയേലൊക്കെ പ്രാർത്ഥിക്കുകയും അതുപോലെ ദീർഘക്ഷമയുള്ള ആളായിരുന്നു നമ്മുടെ ദാനിയേൽ. പിന്നെ അവർ 4 പേരായിരുന്നു. എപ്പോഴും അവരിങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവർ തീച്ചുളയിലിട്ട് കൊന്നുകളയാൻ നോക്കി, സിംഹക്കുഴിയിലിട്ട് കൊന്നുകളയാൻ നോക്കി. അവിടെയൊക്കെയും കർത്താവ് അവരുടെ കൂടെ ഇരുന്ന് അവരെ വഴി നടത്തി. നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ വരും, നിന്ദകൾ വരും. അതിൽ നിന്നെല്ലാം വിട്ടുവയ്ക്കുവാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. ആ സർവശക്തൻ്റെ മാറി ചാരി ഓരോരുത്തരും മുമ്പോട്ട് പോയിക്കേ. കുഞ്ഞുങ്ങളൊക്കെയും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോകണം. അതാണ് 121 സങ്കീർത്തനം പറയുന്നത്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് സഹായം ലഭിക്കുന്നത് ആരിൽ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ്. നമ്മളെ സൃഷ്ടിച്ചത് ആരാണ്? ദൈവമാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം, ദൈവസന്നിധി കടന്നു പോകണം. നിങ്ങൾക്ക് വേണ്ടുന്ന നന്മകളാൽ നിറയ്ക്കാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. അതുപോലെ ആത്മീയതയിലും ഭൗതികതയിലും കുഞ്ഞുങ്ങൾ മുന്നേറി ജീവിക്കണം. ഏത് രാജ്യത്തിൽ പോയി നിങ്ങൾ ജീവിച്ചാലും ദൈവത്തിൻ്റെ കൃപയുണ്ടോ അവിടെ നിങ്ങൾക്ക് വിജയത്തോടെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഞാനൊരു ദൈവ പൈതലാണെന്ന് നിശ്ചയത്തോടെ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കണം. നിങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ കരുതൽ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ വഴി നടത്തും. യൗവന പ്രായത്തിലെ ദൈവത്തെ അറിയണം. യൗവന കഴുകനെ പോലെ പുതുക്കി വരുത്തക്കവണ്ണം. അതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. യൗവനകാലത്തിലെ സൃഷ്ടാവിനെ അറിഞ്ഞു വേണം ജീവിക്കാനായിട്ട്. പ്രായമായതിന് ശേഷം നമുക്ക് പിന്നെ ഒന്നും പറ്റത്തില്ല. അതാണ് 70 ഏറെയായ 80 അതിൻ പ്രതാപം ദുഃഖം ദുരിതമത്രേ. ആ നാളും വേഗം തീരും, നമ്മൾ പറന്നു പോകും. എത്ര ഭാഗ്യവൻ സ്വർഗീയവാസം മതി, പറന്ന് പോകും. ഞാൻ പ്രാണപ്രിയൻ വരവിൽ കാത്തു ഞാൻ പാർത്തതാം സ്വർഗീയ വീടതിൽ എന്നെന്നും മോദമായി പ്രിയൻ കൂടെ വാഴുവാൻ. എന്നെന്നും മോദമായി ആരുടെ കൂടെ നമ്മൾ വാഴണം? പ്രിയൻ കൂടിയാണ് നമ്മൾ വാഴേണ്ടത്. ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. മെസ്സേജ് കേട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കും. ഗോഡ് ബ്ലെസ് യു.